1989 മുതൽ കാശ്മീരിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ്. ആ പ്രക്ഷോഭങ്ങളൊക്കെ മറ്റൊരു ലെവലിലേക്ക് ഉയരുന്നത് 2016 നടന്ന ഒരു സംഭവത്തിലൂടെയാണ്. ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ CRPF ഹിസ്ബുൾ മുജാഹിദീൻ എന്ന തീവ്രവാദ ഗ്രൂപ്പിൻ്റെ കമാൻഡറായ ബുർഹാൻ വാനിയെ കൊലപ്പെടുത്തി. പിന്നീട് അതിതീവ്രമായിട്ട് ആ കലാപം ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാശ്മീരിൽ കാണാൻ കഴിയുന്നത്. ആ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 500 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഇന്ത്യൻ പട്ടാളക്കാരും സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസും കലാപ ആഹ്വാനം ചെയ്തിട്ടുള്ള വ്യക്തികളും തീവ്രവാദികളും ഉണ്ടായിരുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ CRPFനെതിരെ. കാരണം ആ CRPF ആണ് തീവ്രവാദികളെ അതിശക്തമായിട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. അവർ കൃത്യമായിട്ടുള്ള ഒരു അവസരത്തിനു വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ 2019 ഫെബ്രുവരി മാസം 14 അവർക്ക് ആ സുവർണ അവസരം ലഭ്യമായി. ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലൂടെ 78ഓളം മിലിറ്ററി വാഹനങ്ങളുടെ ഒരു കോൺവോയ് കടന്നുപോയി. 2500 CRPF പട്ടാളക്കാർ അടങ്ങിയിരുന്ന ആ കോൺവോയ് പുൽവാമ ഡിസ്ട്രിക്റ്റിലെ ലത്പുരയിൽ എത്തിച്ചേർന്നപ്പോൾ നിരവധി എക്സ്പ്ലോസീവ്സ് കുത്തി നിറച്ച തീവ്രവാദികളുടെ ഒരു വാഹനം അതിൽ വന്ന് കൂട്ടിയിടിക്കുകയും അതിഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ആ സ്ഫോടനത്തെ തുടർന്ന് 46 CRPF പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾക്ക് പരിക്കുകളുമേറ്റു. ഒട്ടും വൈകാതെ തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പ് പുൽവാമ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാനിലെ അല്ല പ്രവർത്തിക്കുന്നത്, അവർ മിക്കവാറും ഇന്ത്യയിൽ തന്നെയായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വവുമില്ല. ഇനിയും പാകിസ്ഥാൻ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകൾ ഇന്ത്യക്കുണ്ടെങ്കിൽ അത് പാകിസ്ഥാന് കൈമാറുക, അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. പക്ഷേ പുൽവാമ സ്ഫോടനത്തിൻ്റെ പ്രതികാരം നടപ്പിലാക്കാൻ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് പട്ടാളക്കാർക്ക് ഉത്തരവ് കൊടുത്തു വേണ്ട നടപടി സ്വീകരിക്കാൻ. അങ്ങനെയാണ് ഇന്ത്യൻ പട്ടാളം ഓപ്പറേഷൻ ബന്ദർ എന്ന പേരിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. എങ്ങനെയാണ് പ്രതികാര നടപടി നടപ്പിലാക്കേണ്ടത്, ആരെയാണ് ആക്രമിക്കേണ്ടത്, ഏത് പ്രദേശമാണ് ആക്രമിക്കേണ്ടത്, എങ്ങനെയാണ് ആക്രമിക്കേണ്ടത്, ഇത് വെറുമൊരു പ്രതികാര നടപടി മാത്രമാകാൻ പാടില്ല. ഇനി ഒരിക്കലും പാകിസ്ഥാനിൽ നിന്നും ഒരു തീവ്രവാദിയും അതിർത്തി കടന്ന് ഇന്ത്യയിൽ എത്തിച്ചേരാനും പ്രവർത്തിക്കാനും അനുവദിച്ചുകൂടാ. അത് പാടെ നുള്ളിക്കളയുന്ന രീതിയിലുള്ള പ്രതികാര നടപടിയായിരിക്കണം. അതിന് ചെയ്യേണ്ടത് അവരുടെ കേന്ദ്ര ഭാഗത്ത് തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കുക എന്നതാണ്. തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രം തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ നിലവിൽ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പരിശീലനം നൽകുന്ന തീവ്രവാദികളുമൊക്കെ അതിൽ കൊല്ലപ്പെടുന്നതാണ്. 2011 അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സ് പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാറിയുള്ള ഒരു പട്ടണമായ ബലാക്കോട്ടിൽ തീവ്രവാദ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. ബലാക്കോട്ട് ഒരു പട്ടണമാണ്, ഒരു ചെറു പട്ടണം. ആ പട്ടണത്തിൽ നിന്നും അല്പം മാറി നിരവധി വനങ്ങളുണ്ട്, ഒരുപാട് കുന്നുകളുണ്ട്. ആ കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടിന് സമാനമായിട്ടുള്ള കെട്ടിടത്തിലാണ് ഈ പരിശീലനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു കെട്ടിടത്തെക്കുറിച്ച് അമേരിക്കയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. ബലാക്കോട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനയുടെ പഠനങ്ങളിലൂടെ കൃത്യമായിട്ട് എവിടെയാണ് ഈ പരിശീലനങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള ഒരു റിസോർട്ടിന് സമാനമായിട്ടുള്ള ഒരു വലിയ കെട്ടിടത്തിലാണ് ഈ പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബലാക്കോട്ടിലെ ഈ പരിശീലന കേന്ദ്രം തന്നെ ആക്രമിക്കാമെന്ന് ഓപ്പറേഷൻ ബന്ദറിലൂടെ തീരുമാനിച്ചു. ഫെബ്രുവരി മാസം 26 നേരം വെളുക്കുന്നതിനും വളരെ മുൻപ് തന്നെ ഇന്ത്യയുടെ മിലിറ്ററി വ്യോമയാന കേന്ദ്രങ്ങളിൽ നിന്നും 12 മരാഷ് വിമാനങ്ങൾ പറന്നുയർന്നു. അവരുടെ ലക്ഷ്യസ്ഥാനം
ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും 50 കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന ബലാക്കോട്ടിലെ ആ പരിശീലന കേന്ദ്രമായിരുന്നു. പക്ഷേ പാകിസ്ഥാന് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ഏകദേശം ഇതേ സമയം തന്നെ പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും 5 സുഖോയി വിമാനങ്ങൾ പാകിസ്ഥാനിലെ ബഹവാൽപൂർ ലക്ഷ്യം വെച്ച് പറന്നുയരുകയും അവിടെ ഒരു ഭീതി സൃഷ്ടിച്ചതിന് ശേഷം മടങ്ങി വരികയും ചെയ്തു. 12 മറാഷ് വിമാനങ്ങൾ കൃത്യം ബലാക്കോട്ടിൽ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ സമയം വെളുപ്പിന് 3:30 ആയിട്ടുണ്ടായിരുന്നു. ആ കെട്ടിട സമുച്ചയത്തിൻ്റെ ഉള്ളിൽ തീവ്രവാദികൾ ഉറക്കത്തിലായിരുന്നു. കൃത്യമായിട്ടുള്ള സമയം 5 സ്പൈസ് 200 ബോംബുകൾ വിക്ഷേപിച്ചു. അതിൽ 4 എണ്ണം കൃത്യമായിട്ട് ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലാണ് വന്നു വീണത്. അത് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാളക്കാർക്ക് കാണാനും സാധ്യമായി. ഒട്ടും വൈകാതെ തന്നെ ആ 12 മറാഷ് വിമാനങ്ങൾ തിരികെ ഇന്ത്യയുടെ വ്യോമയാന കേന്ദ്രങ്ങളിൽ മടങ്ങിയെത്തി. അടുത്ത ദിവസം തന്നെ പാകിസ്ഥാൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇന്ത്യൻ പട്ടാളം നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് പാകിസ്ഥാൻ മേഖലയിൽ എത്തിച്ചേർന്നു. പക്ഷേ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമായില്ല. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഇടപെടൽ കാരണം അവർ ഭയന്ന് തിരികെ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു. ഇതിനിടയിൽ അവർ ചില ബോംബുകളൊക്കെ വിക്ഷേപിച്ചു. പക്ഷേ ആ ബോംബുകളൊക്കെ വന്ന് പതിച്ചത് വനമേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല. ഏതാനും മരങ്ങളുടെ നഷ്ടം മാത്രമേ പാകിസ്ഥാന് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് മറ്റൊരു വേർഷനാണ് അവതരിപ്പിച്ചത്. ആ വേർഷൻ അനുസരിച്ച് ബലാക്കോട്ടിൽ കൃത്യമായിട്ട് ആക്രമിക്കാനും തീവ്രവാദികളെ വകവരുത്താനും ഇന്ത്യൻ പട്ടാളത്തിന് സാധ്യമായി. ഇത് പാകിസ്ഥാനിലെ ഒരു പട്ടാളവും അറിയാതെ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു മിഷനാണ്. ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് ഈ ബലാക്കോട്ട് ആക്രമണത്തെ ആഘോഷിച്ചത്. 200 മുതൽ 300 തീവ്രവാദികൾ വരെ കൊല്ലപ്പെട്ടു എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ പറയുന്നത് ബലാക്കോട്ടിൽ അപ്രകാരമുള്ള ഒരു കെട്ടിടമുണ്ട്, പക്ഷേ അത് ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രമൊന്നുമല്ല, അതൊരു സ്കൂളാണെന്നാണ്. എന്നാൽ പിന്നീട് മറ്റൊരു അവസരത്തിൽ പറയുന്നത് അത് സ്കൂളല്ല, അത് വലിയൊരു റിസോർട്ടാണെന്നാണ്. കാരണം അതിനൊരു സ്കൂളിൻ്റെ മാതൃകയായിരുന്നില്ല, ഒരു റിസോർട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഒരുപാട് തെളിവുകൾ നിരത്താനുണ്ടായിരുന്നു. 2011 പബ്ലിഷ് ചെയ്തു വന്ന അമേരിക്കയുടെ റിപ്പോർട്ട് ഒരു തെളിവാണ്. മാത്രമല്ല ഒരു തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവായ മസൂദ് അസറിൻ്റെ റിലേറ്റീവായ മുഹമ്മദ് യൂസഫ് അസർ നടത്തുന്ന ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതൊരു മതപഠനശാല എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ശരിക്കും അവിടെ നടക്കുന്നത് തീവ്രവാദ പരിശീലനമാണ്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ആ കെട്ടിടത്തിൽ ആ ദിവസം രാത്രിയിൽ 200ഓളം മൊബൈലുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനയായ റോയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ 90ഓളം തീവ്രവാദികൾ മരണമടഞ്ഞിട്ടുണ്ട്. അതിൽ 3 പേര് പാകിസ്ഥാൻ്റെ സൈനിക ഇൻസ്ട്രക്ടർമാരായിരുന്നു. പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി വിദേശ മാധ്യമങ്ങൾ ബലാക്കോട്ടിലെ ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. അവരുടെ റിപ്പോർട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നില്ല. അവർ പറഞ്ഞത് അവിടുത്തെ കെട്ടിടങ്ങൾക്കൊന്നും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല, അവിടെ ഒരു ആക്രമണവും നടന്നിട്ടില്ല, മാത്രമല്ല അവിടെ ഒരു രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. എന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞത് പാകിസ്ഥാൻ ഗവൺമെൻറ് മനഃപൂർവ്വം ആ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങളെ കൊണ്ടുപോയത് മറ്റൊരു പ്രദേശത്ത് മറ്റൊരു കെട്ടിടത്തിലേക്കാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവിടെ നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും ലഭ്യമാകാതെ പോയത്. റോയിറ്റേഴ്സ് എന്ന പ്രശസ്തമായ ഇൻ്റർനാഷണൽ മാധ്യമത്തിൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ട് അനുസരിച്ച് ബലാക്കോട്ടിലെ ആ വലിയ കെട്ടിട സമുച്ചയത്തിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒട്ടും വൈകാതെ ഇന്ത്യൻ എയർഫോഴ്സ് മറ്റൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. സാറ്റലൈറ്റ് ഇമേജുകൾ തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഇമേജുകൾ അനുസരിച്ച് ആ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സുഷിരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സുഷിരങ്ങളൊക്കെ അന്ന് നടന്നിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് ഉണ്ടായതാണ്. ബാലാക്കോട്ട് ആക്രമണത്തിൻ്റെ പ്രതികാരം എന്ന രീതിയിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് ജമ്മു ആൻഡ് കാശ്മീരിലെ 6 വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളെ ആക്രമിക്കുകയുണ്ടായി. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് MiG-21, സുഖോയി, മിറാഷ് വിമാനങ്ങളുടെ സഹായത്താൽ അതിനെ വിദഗ്ധമായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇന്ത്യയുടെ മിലിറ്ററി ക്യാമ്പിനെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കാതെ പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു.
പക്ഷേ പാകിസ്ഥാൻ്റെ പ്രസ്താവന അപ്രകാരമായിരുന്നില്ല. അവരുടെ ലക്ഷ്യം ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പുകളെ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ ഒരു ഭീതി സൃഷ്ടിക്കുക, ഇന്ത്യക്കൊരു വാർണിംഗ് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ അത് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യയിൽ എത്തിച്ചേരുക, ഇവിടെ വെറുതെ ബോംബുകൾ വർഷിച്ച് മടങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്നത് ഒട്ടും യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിൽ വെച്ച് തന്നെ നടക്കുമെന്ന് പാകിസ്ഥാന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത്രയധികം പട്ടാളക്കാരുടെ ജീവൻ ബലി കഴിപ്പിച്ചുകൊണ്ട് വെറുതെ വന്ന് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി മടങ്ങിപ്പോകാൻ ഒരിക്കലും പാകിസ്ഥാൻ തീരുമാനിക്കുകയില്ല. അവരുടെ ലക്ഷ്യസ്ഥാനം മിലിറ്ററി ക്യാമ്പുകളായിരുന്നു. അത് തീർത്തും പരാജയമായിട്ടുള്ള ഒരു മിഷനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇന്ത്യക്ക് ആഘാതം വരുത്തുന്ന രീതിയിലുള്ള 2 സംഭവങ്ങൾ ഇതിനെ തുടർന്ന് ഉണ്ടാവുകയുണ്ടായി. ഒരു സംഭവം MiG-21 വിമാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ അന്ന് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത അതിനൂതനമായ F-16 വിമാനം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയെ ആക്രമിക്കുന്നത്. ശേഷം മടങ്ങി പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു F-16 വിമാനത്തിൻ്റെ പിന്നാലെ ഇന്ത്യയുടെ MiG-21 വിമാനവും കൂടി. അതിനെ ആക്രമിച്ച് നിലത്ത് ഇടുക എന്നതായിരുന്നു MiG-21ൻ്റെ ലക്ഷ്യം. പക്ഷേ F-16ൻ്റെ തിരിച്ചുള്ള ആക്രമണത്തെ MiG-21 ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ആക്രമണത്തെ തുടർന്ന് MiG-21 പാകിസ്ഥാനിലേക്ക്, അല്ലെങ്കിൽ പാക് അധീനത കാശ്മീരിലേക്ക് നിലംപൊത്തി. ആ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ പാകിസ്ഥാന് കീഴ്പ്പെടുത്താൻ സാധ്യമായി. പാകിസ്ഥാനിൽ നിന്നും ഒട്ടും വൈകാതെ തന്നെ ഒരു പ്രസ്താവന ഉണ്ടായി. പാകിസ്ഥാൻ്റെ അതിർത്തിയിലേക്ക് എത്തിച്ചേർന്ന MiG-21 വിമാനത്തിലുണ്ടായിരുന്ന 2 പട്ടാളക്കാരെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമായി. അതിൽ ഒരാൾ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള അപകടത്തോടുകൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പക്ഷേ ഇന്ത്യ ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിച്ചു. അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ ആദ്യം പറയുന്നത്. പിന്നീട് അത് തിരുത്തി ഒരു MiG-21 വിമാനം നഷ്ടപ്പെട്ടു എന്നും ഇന്ത്യ പ്രസ്താവിച്ചു. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു തിരുത്തലുണ്ടായി. പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് 2 പട്ടാളക്കാരെ അവർക്ക് കിട്ടിയെന്നാണ്. എന്നാൽ അത് തിരുത്തി 1 പട്ടാളക്കാരൻ മാത്രമാണെന്നാണ് അവർ പറഞ്ഞത്. എന്താണ് ശരിക്കും അന്നവിടെ സംഭവിച്ചത്? അന്ന് ആ വിമാനം പറത്തിയിരുന്ന പൈലറ്റ് ഇന്ത്യയുടെ വിംഗ് കമാൻഡറായ അഭിനന്ദൻ വർദ്ധമാനാണ്. അഭിനന്ദൻ വർദ്ധമാൻ്റെ വിമാനത്തിന് അപകടം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹം പാരച്യൂട്ടിൽ നിലത്തേക്ക് ചാടുകയാണ് ഉണ്ടായത്. അന്ന് ആ പാരച്യൂട്ട് വന്ന് പതിക്കുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും 7 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. അവിടെ ഒരുപാട് ലോക്കൽസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഫ്ലാഗ് പതിപ്പിച്ചിട്ടുള്ള ഒരു പാരച്യൂട്ട് വന്ന് പതിക്കുന്നത് അവർ കൃത്യമായിട്ട് കണ്ടു. സംഭവ സ്ഥലത്ത് ആൾ കൂടി നിൽക്കുന്ന ആളുകൾ ഇന്ത്യക്കാരാണോ പാകിസ്ഥാനികളാണോ എന്ന് അഭിനന്ദന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരോട് ചോദിച്ചു, ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ കളവ് പറഞ്ഞു. ഇത് ഇന്ത്യയാണെന്നാണ് അയാൾ പറഞ്ഞത്. അത് കേട്ട അഭിനന്ദൻ ഭാരത മാതാവിന് വിജയം ആശംസിച്ചുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ചു. പക്ഷേ ചുറ്റുമുണ്ടായിരുന്ന പാകിസ്ഥാനികൾ പറഞ്ഞത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്നായിരുന്നു. അഭിനന്ദന് താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടം എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ഇതൊരു ആൾക്കൂട്ടമാണ്, ആൾക്കൂട്ടത്തിന് തന്നെ എന്തും ചെയ്യാൻ സാധിക്കും. പാകിസ്ഥാനികളാണ്, ശത്രു രാജ്യമാണ്. അവർ ആക്രമിക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ചു. കയ്യിലുണ്ടായിരുന്ന തോക്കിലെ ഉണ്ടകൾ അവസാനിച്ചപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തെ അവർ പാകിസ്ഥാൻ പട്ടാളത്തിന് കൈമാറി. പട്ടാളത്തിന് ലഭ്യമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഏറ്റുവാങ്ങേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പാകിസ്ഥാൻ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തു. ഇന്ത്യയിൽ നിന്നും കനത്ത ഒരു വാർണിംഗ് ആണ് പാകിസ്ഥാന് ലഭ്യമായത്. തങ്ങളുടെ ഓഫീസറെ ഒരു അപകടവും കൂടാതെ കൈമാറിയില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അമേരിക്കയും പാകിസ്ഥാനെ വാൺ ചെയ്തു, എത്രയും പെട്ടെന്ന് സൈനികനെ കൈമാറുക. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു അപകടം അഭിനന്ദന് സംഭവിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും സംഭവിക്കാം.
ഇന്ത്യ ഇലക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്തി. സമാധാനം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അഭിനന്ദനെ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അതിർത്തി കടന്ന് അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയിലേക്ക് തിരികെ എത്തി. അഭിനന്ദൻ വർദ്ധമാന് തിരിച്ചടിയേൽക്കാനുണ്ടായ കാരണം പഴക്കം ചെന്ന ഇന്ത്യയുടെ MiG-21 എന്ന വിമാനമാണ്. 1955 ആദ്യമായി സോവിയറ്റ് യൂണിയൻ MiG-21 വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത്രയും പഴക്കമുണ്ട് അതിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക്. പലരും MiG-21നെ കളിയാക്കി പറയുന്നത് പറക്കുന്ന ശവപ്പെട്ടി എന്നാണ്. അതേസമയം F-16 എന്ന് പറയുന്നത് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയിലുള്ള ഒരു വിമാനമാണ്. പക്ഷേ നിയമവിരുദ്ധമായിട്ടാണ് പാകിസ്ഥാൻ ആ വിമാനം ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ആ വിമാനം പാകിസ്ഥാന് കൈമാറുന്ന വേളയിൽ അമേരിക്ക ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തീവ്രവാദികളെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ വിമാനം പാകിസ്ഥാൻ ഉപയോഗിക്കൂ എന്ന്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഇന്ത്യ എന്ന ഒരു ജനാധിപത്യ ശക്തിക്കെതിരെയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് അമേരിക്ക പാകിസ്ഥാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദികളുടെ സായുധ പരിശീലന ക്യാമ്പുകൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. മാത്രമല്ല അമേരിക്കയും ഓസ്ട്രേലിയയും ഫ്രാൻസും ഇന്ത്യയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ കൂടി നടത്തി. ഇന്ത്യ തീവ്രവാദികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ സ്വാഗതാർഹമാണെന്നാണ് അന്ന് ഈ രാജ്യങ്ങൾ പറഞ്ഞത്. അതായത് വിദേശ രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ട് നേടിയെടുക്കാൻ ബലാക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യക്ക് സാധ്യമായി. മാത്രമല്ല കൃത്യമായിട്ടും തീവ്രവാദികളെ ഒതുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ബലാക്കോട്ടിലെ ആ കെട്ടിട സമുച്ചയത്തിന് നേരെ ആക്രമണം നടത്തിയതിന് ശേഷം കാര്യമായിട്ടുള്ള നുഴഞ്ഞുകയറ്റം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം അന്ന് അവിടെ നടന്നത് സായുധ പരിശീലന കേന്ദ്രം തന്നെയാണെന്നാണ്. അന്നുണ്ടായ ആക്രമണത്തിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കുകൾ ഏൽക്കുകയും ഉണ്ടായി. ആ കേന്ദ്രം തന്നെ പിന്നീട് പ്രവർത്തനരഹിതമായിട്ട് മാറുകയായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യയിലേക്ക് പിന്നീട് അതിർത്തി കടന്ന് അധികം തീവ്രവാദികൾ എത്തിച്ചേരാതെ ആയത്. ഇതേ സമയം തന്നെ ഇന്ത്യക്ക് മറ്റൊരു തിരിച്ചടിയും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ത്യയുടെ MI-17 എന്ന ഹെലികോപ്റ്റർ തകർന്ന് നിലം പതിച്ചു. അതിലുണ്ടായിരുന്ന 6 പട്ടാളക്കാരും ഒരു സിവിലിയനുമാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസ്താവന അനുസരിച്ച് യന്ത്ര തകരാറ് മൂലമാണ് ആ ഹെലികോപ്റ്റർ നിലം പതിച്ചത്. പക്ഷേ പിന്നീട് 2019 ഇലക്ഷൻ കഴിഞ്ഞാണ് യഥാർത്ഥ സത്യാവസ്ഥ ഇന്ത്യ വെളിപ്പെടുത്തിയത്. പാകിസ്ഥാൻ്റെ ഹെലികോപ്റ്റർ ആണെന്നാണ് ഇന്ത്യൻ പട്ടാളം കരുതിയിരുന്നത്. അതിനെ തുടർന്ന് അത് മിസൈൽ ഉപയോഗിച്ച് നിലം പതിപ്പിക്കുകയായിരുന്നു. അതായത് ഇന്ത്യയുടെ ഹെലികോപ്റ്റർ ഇന്ത്യയുടെ തന്നെ മിസൈൽ ഉപയോഗിച്ചിട്ടാണ് അന്ന് തകർക്കപ്പെട്ടത്. 1971 ശേഷം ആദ്യമായിട്ടാണ് 2019 ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നു ചെന്ന് ആക്രമിക്കുന്നത്. ബലാക്കോട്ട് സംഭവം ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച തീവ്രവാദത്തിന് എതിരെയുള്ള ഒരു പ്രതിരോധ നടപടി തന്നെയായിരുന്നു.